ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, ആഫ്റ്റർ ലോങ് ടൈം ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ കുക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഗൈസ് നോക്കൂ, അപ്രകാരം നമ്മൾ ഇവിടുത്തെ മാർക്കറ്റിൽ പോയി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. അപ്പം നമുക്ക് നല്ല കിടിലം ബീഫ് മേടിച്ചു തരാം. ലിബിൻ ചേട്ടൻ പറഞ്ഞു ബീഫ് മേടിച്ചു തരാം, കൂണ് മേടിച്ചു തരാം, അതെ, എല്ലാ സാധനം മേടിച്ചു തരാമെന്ന് ചേട്ടൻ പറഞ്ഞു. യെസ്, നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്, ലിബിൻ ചേട്ടൻ്റെ BM ഇവിടെ ഉണ്ട്. ഇത് നമ്മൾ ഈ കാണുന്ന ജീവാകളാണ്. ഏതായാലും എൻ്റെ ഒരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, നീ എന്നെ മനുഷ്യനാടാ, ഇതൊന്ന് മര്യാദയ്ക്ക് കാണിച്ചു കൂടായിരുന്നു. നമുക്ക് മഴ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഇതും കൊണ്ട് ഡ്രിഫ്റ്റ് ചെയ്യാം. അതെ, ഞങ്ങൾ ഇതും വേറൊരു വണ്ടി എടുത്ത് ഡ്രിഫ്റ്റിങ്ങും പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. മഴ പോകണം. അതെ, 1500 ലാറി ഉറപ്പാ. പോവാ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയും കൊണ്ട് ഡ്രിഫ്റ്റ് അല്ലേ. ഞാൻ വേസ്റ്റ് പിന്നെ ക്ലീൻ ചെയ്തിട്ട് ഇവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ സംഭവം ഈ വണ്ടിയുടെ ബേക്ക് വന്നിട്ട് എല്ലാവരും വൈകിട്ടൊക്കെ വലിയ ഇവിടുത്തെ പിള്ളേര് എനിക്കാരാ വേസ്റ്റ് വന്ന് വലിക്കാതെ മൊത്തം അവർ തലയിൽ പോകും. പോവാൻ ചേട്ടാ. ഗൈസ് നോക്കൂ, നല്ല മഴയാണ്, നല്ല തണുപ്പാണ്. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ അതെ. പിന്നെ ആകെ ലിബിൻ ചേട്ടൻ ഇവിടെ ഉള്ളതാണ് ഒരു ആശ്വാസം. നമ്മുടെ ചേട്ടായി ഒരു സ്ഥലത്ത് പോയേക്കാണ്, പുള്ളിയും വരും അടുത്ത ദിവസം. ഗൈസ് നോക്കൂ, ഞങ്ങളുടെ അടുത്തുള്ളത് സാദാ അരിയാണ്, അതായത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന മട്ട റൈസ്. അത് ഇവിടെ നടപടിയാവില്ല. അപ്പം നമ്മൾ ബസ്മതി അരി മേടിക്കണം, പിന്നെ കറി വെക്കാനുള്ള സാധനങ്ങൾ മേടിക്കണം, പിന്നെ അതേപോലെ തന്നെ ഗ്യാസ് മേടിക്കണം, നല്ല മീനച്ചാറ്, നല്ല നാരങ്ങാച്ചാറ്, നല്ല പോത്തിറച്ചി നല്ല നാട്ടിലെ പോലെ വറുത്തരച്ച് വെച്ച് തരും. പിന്നെ കൂണ്, ഇതൊക്കെ കൂട്ടി നമുക്കൊരു ഞെരിക്കാം. ഗൈസ് നോക്കൂ, ഞങ്ങൾ നേരെ പോവാണ്. ഇവിടുന്ന് എന്തോരം ചേട്ടാ മാർക്കറ്റിന്? ചേട്ടാ, അമ്മച്ചിയോട് എന്നും പറയുന്ന പോലെ വണ്ടി നോക്കാം ഒന്ന് പറഞ്ഞാൽ അത് CCTV നോക്കിയോട്. ഭാഷ അറിയാവുന്നതുകൊണ്ട് ഇവിടെ ഉള്ളവർക്ക് കുഴപ്പമില്ല കേട്ടോ. ഭാഷ അറിയാമെങ്കിൽ ഇവിടെ ഓക്കെയാണ്. ഗൈസ് ഇവിടെ നല്ല രീതിയിൽ ജീവിക്കുന്നവർക്ക് ഓക്കെയാണ്, നല്ല രീതിയിൽ ജീവിക്കാതെ ഇവിടെ അലമ്പ് കളിക്കുന്നവർക്ക് ഓക്കെ അല്ല. എല്ലാ രാജ്യത്തും തന്നെയല്ലേ ഇവനെ? അതെ, രാജ്യത്വമല്ല കുറ്റിയിലാത്തായി അല്ല ചേട്ടാ. ഗൈസ് അത് യാഥാർത്ഥ്യമായ ഒരു കാര്യം. മഞ്ഞും ചായയായിട്ട് നിൽക്കേണ്ടി വരും. നമ്മുടെ നാട്ടിലാണ് ചോറെങ്കിലും കിട്ടും. ഗൈസ് അതായത് ഇപ്പൊ ഇച്ചിരി മഴ പോയി കേട്ടെ. ആണോ? എന്റെ ലിബിനെ നോക്കി. നമ്മൾ വന്നപ്പോ ഈ മൗണ്ടിങ്ങിലൊന്നും ഒരു തുള്ളി മഞ്ഞില്ലായിരുന്നു, ഫുള്ള് മഞ്ഞായി. നാളെ കഴിഞ്ഞ് നല്ല ക്ലൈമറ്റ് ആണെന്ന് പറയുന്നത് കേട്ടോ. ഫൈനലി ഞങ്ങൾ മാർക്കറ്റിലെത്തി. ലിബിനെ ചെളിയാണേ, ശ്രദ്ധിച്ചേട്ടെ. എൻ്റെ അമ്മു, ഞങ്ങളങ്ങനെ നിങ്ങളെ കറക്റ്റ് ജോർജിയൻ ടിപ്പിക്കൽ. അയ്യോ പണ്ടാരപ്പം എല്ലാം കൂടെ പോയാനെ. എടുക്കണോ അവനെ? വേണ്ട, എടുക്കണോ? ചോദിക്കുവോ? അത് വെച്ചാൽ മതിടാ. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഇന്ന് നിങ്ങളെ കറക്റ്റ് ജോർജിയൻ ടിപ്പിക്കൽ ഗ്രാമം കാണിച്ചു തരാം. ഗ്രാമമല്ല, നമുക്ക് ഗ്രാമത്തിൽ നിന്ന് വരുന്ന പ്രൊഡക്ഷൻ. ഞാൻ മാറിപ്പോയത് അലുവിനെ. ടിപ്പിക്കൽ മാർക്കറ്റ്. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരെന്നായിട്ടാ? സ്റ്റേഷൻ സ്ക്വയർ മാർക്കറ്റിലാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ നാട്ടിലെ നോർത്ത് ഇന്ത്യൻ മാർക്കറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റുകൾ എങ്ങനെയാണോ അതേപോലെ തന്നെ ആൾക്കാരും സംഭവങ്ങളും വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. ഇവരുടെ സ്വന്തം ഗ്രാമത്തിൽ നിന്നും ഉണ്ടാക്കിക്കൊണ്ട് വരുന്ന സാധനം, എല്ലാ സാധനവും ഉണ്ട്. ഇത് പച്ചക്കറി അല്ല ഏട്ടാ, മല്ലിയില അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ആട്ടോ. ഏത് ഇതാ? തോരൻ വെച്ചാൽ അടിപൊളി സാധനം. പക്ഷെ ആ മണം ഉണ്ടാവും എപ്പോഴും. നീ തൊപ്പി മര്യാദയ്ക്ക് വെക്കട്ടെ ഇവനെ. ഇത് അണ്ടർമർന്ന് കാണിക്കാനാണോ അങ്ങനെ തിരിച്ചു വെച്ചേക്കുന്നത്? ഗൈസ് ഇത് കണ്ടോ, ഇത് മീനാ? ഇതാണ് ഇവർ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മീന്. ഇതിന്റെ പേരെന്നാ ഏട്ടാ? ടെപ്സിയോ? പുഴമീൻ. ഓ, ഈ മറ്റേ ഇതുപോലത്തെ അല്ലേ, സാൽമൺ പോലെ. ഇത് ചൂണ്ടായിരിക്കും അല്ലേ? ഇത് പന്നിയിറച്ചി ആട്ടോ. ഇതേ ഇവിടെ പന്നിയിറച്ചി കച്ചവടം നടത്തുവാണ്. പന്നിയിറച്ചി ആടും ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? രണ്ടും കൂടെ ഒരുമിച്ചാണ് വെക്കുന്നത്. ഇതാടല്ലേ? ഇതാടാ മേളത്തെ ആട്, ഇത് പന്നി. ഇത് പന്നിയാട്ടോ ചേട്ടൻ. ഇവിടെ പശു ഇറച്ചിയും കിട്ടും, പോത്തിറച്ചിയും കിട്ടും. അപ്പോൾ ഇത് നോക്കി മേടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അത് മേടിക്കാനാണ് ഇവിടെ വന്നത്. നല്ല കിടിലം പന്നി. ശശിലീക്ക് എന്നാ ഇത് വേണ്ട പന്നി? എനിക്ക് വേണ്ട, ഒരെണ്ണം മേടിച്ചാലോ നമുക്ക് കണ്ട് ഷെയർ ആക്കിയാലോ? ഓക്കെ ഗൈസ് നോക്കി, ഇത് കണ്ടോ, ഇതൊക്കെ പന്നിയുടെ തല. ഇത് പന്നിയുടെ തല അടിച്ച്
ട്രൗസർ കീറി വെച്ചാൽ പന്നിയുടെ തല തിന്നുന്നവർക്ക് നല്ല അടിപൊളി സാധനം കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇത്രയും കട്ടിയുള്ള പന്നീനെ ഇവിടെ കാണുന്നത്. അപ്പൊ അതെന്താ അതും പന്നി, പക്ഷെ അതെ അത് വളർത്തു പന്നി മറ്റേതാന്ന് തോന്നുന്നു. ദിവസങ്ങളിലെ ഇവർ വരത്തുള്ളൂ, ശനി ഞായർ. അതുകൊണ്ട് ഒറിജിനൽ പാല് നമ്മുടെ വീട്ടിൽ അവരുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന പാല്, കുപ്പിപ്പാല്, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് കറന്നിട്ട് കൊടുക്കുന്നത് കുപ്പിപ്പാല്. ഇത് വലിയ മഷ്റൂം, നമുക്ക് മേടിക്കാതെ. ഇതേ കരള്. ഇത് പോത്തല്ലോ, അത് കരള് പങ്കിടുമേ. ഇതേ പന്നിയുടെ കാല് വിൽക്കാൻ പറ്റാക്കുന്ന ചേട്ടാ, പന്നിയുടെ സാധനങ്ങളാണ്. സൂപ്പിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക തലച്ചോറ്. ഇത് ഫിഷ്. ഇതെന്താ ആട്ടർച്ചിയാ? ഇതും പന്നി തന്നെ. ഇവിടുത്തെ മെയിൻ മീറ്റ് പന്നിയാട്ടോ. അത് പോത്താവിനെ പശു ഏത് പശുവിനെയും പോത്തിനെയും കിട്ടുമെന്ന് പറഞ്ഞേ. ഇതെങ്ങനെ എങ്ങനെയാട്ടോ മനസ്സിലാക്കുന്ന പശുവിനെയും പോത്തിനെ? ഡാർക്ക് കളറായിരിക്കും. ആ പശുവിന്റെ ഇത് പന്നി. ഇത് പന്നി. ഇവിടെ എല്ലാം വണ്ടി തന്നെയാ കേട്ടോ, കച്ചവടം എല്ലാം ചെയ്യുന്നേ. പോർക്കാ കഴിക്കുന്നത്. പോർക്കല്ലേ? ആ വണ്ടിക്കകത്തോട്ട് നോക്കിയാൽ ബുച്ചറി പോലെ ആക്കി എടുത്തിട്ട് അല്ലേ, ബുച്ചറി പോലെ. ഇതേ പന്നിയുടെ തല നല്ല രസമുണ്ടല്ലോ, ഉണക്കി സൂക്ഷിച്ചാന്ന് തോന്നല്ലേ. ഇത് വെജിറ്റബിൾ ആട്ടോ. ഉള്ളി ആകെ 4-3-7 വെജിറ്റബിൾ ഇവിടെ ഉള്ളൂ, അല്ലാതെ വേറെ വെജിറ്റബിൾ ഒന്നും ഇവിടെ ഇല്ല. ആപ്പിൾ കണ്ടോ, ഡേറ്റ് കഴിഞ്ഞ് ഇത് നാടൻ കോഴീനെ കൊണ്ടുവന്നേക്കുന്ന തോന്നല്ലേ, സ്കിന്നോട് കൂടി അവർ കഴിക്കും. ഇത് ഉണക്കിയ പന്നിയിറച്ചി. നമ്മുടെ നാട്ടിലെ ഉണക്കൊന്നുമില്ല, ഇടിയിറച്ചി. വെയിലില്ലാതെ എങ്ങനെ ഉണക്കുന്നത്? അത് ഇപ്പോഴത്തെ ഒന്നുമല്ല, അത് ഏകദേശം ഒരു 1 year പഴക്കം ഉണ്ടാവും. ഇതാ അതെങ്ങനെ ഇവർ കഴിക്കുന്നത്? സമ്മറിന് വേണ്ടി അല്ലേ, അല്ല വിന്ററിന് വേണ്ടി അല്ലേ ചേട്ടാ? ഇതാ ട്രെയിൻ കിടക്കുന്നു, ട്രെയിൻ കിടക്കുന്നു. പക്ഷെ ട്രെയിനൊക്കെ പഴയ സെറ്റപ്പ്. വെള്ളം കേട്ടോ, ഫുള്ള് വേസ്റ്റ് വെള്ളം. നോക്കണേ, വെള്ളം കയറി പോയി. ഉപ്പിലിട്ടെ. ഇതല്ലേ ചീസ്? അല്ല ഇതെന്നാ? ഇത് നമ്മുടെ മറ്റേ പനീർ പോലെ അല്ലേ? പനീറല്ലേ? ചീസാ? വേണ്ട വേണ്ട ഗൈസ്, ഞങ്ങൾ അടിച്ചു കിണ്ടിയാന്ന് എല്ലാ സാധനവും ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ മദ്യം മാറ്റുന്നതിന് ഒരു കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? മദ്യം മാറ്റുന്നതിന് ഒരു ഓടിക്കരുത്. വണ്ടി ഓടിച്ചാൽ ഇവരെന്നെ കൊടുക്കും, ഇവരെന്നെ പിടിക്കും. ഒട്ടേതൊന്നുമില്ല ഗൈസ്. ഞങ്ങൾ ഇങ്ങനെ മാർക്കറ്റിൽ കൂടെ നടക്കുകയാണ്. നല്ല രസമുണ്ട്, ഒരു പുതുമ ഫീൽ ചെയ്യുന്നുണ്ട്. മഴ പെയ്തോണ്ട് ഒരു തെണ്ടിപ്പോയി. ഇതല്ല 5 രൂപയ്ക്ക് പീറ്, അത് ലാഭമാണല്ലോ. 5 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണെന്നറിയാലോ ഇവനെ? 150 ലാറി. ഇവനെ പയറ് എന്ത് ഇത് തോരൻ വെക്കാൻ പറ്റിയ പയറ്. അത് പറ്റൂടാ, അത് വെള്ളത്തിലിട്ട് കുതിർക്കണം. അത് വെള്ളത്തിലിട്ട് കുതിർക്കണം. ഞങ്ങൾ ഇങ്ങനെ ഇതിൻ്റെ അകത്തോട് നടക്കട്ടെ കേട്ടോ. നടന്ന് ഇങ്ങ് എത്തി കേട്ടോ. ഇന്ന് കുറവാണെന്നുള്ളതാണ് ലിബിൻ ചേട്ടൻ പറഞ്ഞത്. സാധനങ്ങൾ നമുക്ക് മേടിക്കേണ്ട സാധനങ്ങൾ കുറച്ച് മേടിക്കാനുണ്ട്. എല്ലാം മേടിച്ചിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി. നമ്മളൊരു വലിയ മാൻഡ്രിക്കിൻ്റെ ഉള്ളിൽ പെട്ടാക്കുന്നത്. തിരിച്ചിറങ്ങുക എന്നുള്ളത് വലിയ പാടാട്ടോ. പിന്നെ ഇവിടെ തന്നെ ഈ സെക്കൻഡ് ഹാൻഡ് മൊബൈൽ ഫോണ്, ക്യാമറ, വാച്ച്, ഇതെല്ലാം വിൽക്കുന്ന സ്ഥലമുണ്ട്. അവിടെ FS3 ഉണ്ടോ നോക്കട്ടെ, നല്ല റേറ്റ് കിട്ടുമെങ്കിൽ ഒന്നും വാങ്ങണം. ഞങ്ങളൊരു ക്യാമറ നോക്കുന്നുണ്ട്. അവിടെ കിട്ടുമെങ്കിൽ മേടിക്കും, കാരണം ഇവിടെ അടിച്ചുകൊണ്ട് വന്ന സാധനം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ചെറിയ രീതിയിലുള്ള അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ട്, വലുതായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. അപ്പോൾ എവിടെയും ചെല്ലണം. ഒരു സ്പ്ലെൻഡറിൻ്റെ ആട് മൂടടിച്ച് നശിപ്പിച്ച് കളഞ്ഞല്ലോടാ എൻ്റെ ചേട്ടാ. ഇത് നോക്കിയേ, ഇതന്നെ ഇത് അടിച്ച വണ്ടി അവനെ അടിച്ച് ആട് മൂട് നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ചേട്ടാ കഴിഞ്ഞു. ഒരു ട്രെയിൻ വരുന്ന അത് ട്രെയിനാ? പതിയെ വരത്തുള്ളല്ലേ ഈ ഏരിയ കൂടെ? റെയിൽവേ ക്രോസ് ഇല്ലല്ലോ. ഇതങ്ങ് ദൂരം ഉണ്ടെന്ന്. റഷ്യയിൽ എങ്ങനെയാണെന്നറിയാവോ? ട്രെയിൻ റോഡ് വരുമ്പോൾ നിർത്തണം, നോക്കിയാ പോകുന്നത്. ഗൈസ് നമുക്കേ ഇവിടെ വായും പൊളിച്ച് നോക്കിയിരിക്കാം കേട്ടോ. അവിടെ കാണാൻ പറ്റുമോ നോക്കട്ടെ. ഫോൺ പോലും പിടിക്കാൻ പറ്റുന്നില്ല, നല്ല തണുപ്പാ. ഇവിടെയൊക്കെ ബിൽഡിങ് പണിയുന്ന എന്നാ ചേട്ടാ? ആണോ? വരുമോ അത്? വരുന്നതാണോ അത്? ഒരു ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ. വരുന്നുണ്ടല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. ഡെയിലി സർവീസുള്ള യൂറോപ്പിൽ നിന്നും കൊണ്ടുവന്ന ബോഗിയാന്നുള്ളതാണ് അറിയാൻ പറ്റിയത്. ബത്തൂമിക്ക് പോകുന്നൊരു ട്രെയിനാട്ടോ, ഡബിൾ ഡെക്കർ ആട്ടോ സാധനം. വളരെ പതിയാണ് ആൾ വരുന്നത്. അത് നല്ല രസമുണ്ട് കേട്ടോ വരുന്നത്. ചേട്ടാ ഇനി ഇങ്ങനെ മഴ പെയ്താൽ പച്ചപ്പായിരിക്കുമല്ലേ മൊത്തം? പിന്നെ ഇപ്പൊ തന്നെ പച്ചപ്പായല്ലോ ഇവനെ. ഇതൊരു സ്വിറ്റ്സർലൻഡ് ട്രെയിൻ പോലെ ഉണ്ടല്ലോ. ടിബിലിസി. ആഹാ എന്താ സെറ്റപ്പ്. ഗൈസ് നോക്കിയേ, പുള്ളിയൊരു ഹോണൊക്കെ കയറ്റിയത്. ഇതെന്നാ? ഒരു മനുഷ്യനില്ല. ഇതെന്നാ ചെറുതായിട്ടാ?
വളരെ ആൾ കുറവാട്ടോ. അപകടകാരികളായ തെരുവോട്ടികളെ പിടിച്ചോണ്ട് പോകുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. 1.2 കൊണ്ടുപോയി അതിന് വാക്സിനേറ്റ് അടിച്ച് ചിപ്പ് അടിച്ച് കൊണ്ടുവരും. വേണ്ട വേണ്ട, നമ്മൾ അങ്ങോട്ട് പോയി എന്തിനാ റിസ്ക് എടുക്കുന്നത്? അല്ലേ ചേട്ടാ, ഞാൻ കേസ് ചോദിച്ചോട്ടെ, ഇവനെ ഇനി തിരിച്ചു വിടുവോ? അല്ല ചേട്ടാ, അതിന് ഇത് ചെയ്യുമല്ലേ? അത് ചെക്ക് ചെയ്തിട്ട് അവരുടെ വാക്സിനേഷൻ ഡേറ്റ് കാര്യങ്ങൾ നോക്കിയത് അത് കുത്തിയിട്ട് അവരിവിടെ പ്രശ്നക്കാരാണെങ്കിൽ അടുത്ത സ്ഥലത്തോടെ വിടും. മാർക്കറ്റിന് ഇങ്ങേ വശത്തെത്തി. പക്ഷെ ഇവിടെ എല്ലാം ഇതായിട്ട് അടുത്ത ട്രെയിൻ പോകുന്നു. സിംഗിൾ ട്രെയിന് നമ്മൾ ആദ്യമായിട്ട് കാണുന്ന ടൈപ്പ് ട്രെയിനുകളൊക്കെ ആട്ടോ. നോക്കണേ, വെള്ളമുണ്ടേ. ആ നോക്കിക്കേ, എങ്ങോട്ടേട്ടാ ചേട്ടാ? ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഒറ്റ കാര്യമാണ്, ഇവിടുന്ന് റഷ്യക്ക് ട്രെയിൻ ഉണ്ടോ? ഇല്ല. അതിനാ? ഓ, ഇത് വലിയ ട്രെയിൻ ആട്ടോടാ. നിങ്ങൾ റഷ്യക്ക് പോകണമെങ്കിൽ 2 റൂട്ടാണുള്ളത്. ഒന്ന് പക്ഷെ ഉണ്ടെന്ന് തോന്നുന്നു, ഈ വഴിയല്ല, ബത്തൂമിന്ന് ആ വഴിക്കുണ്ട് ട്രെയിൻ ഉണ്ട്. ഇപ്പോഴും ലൈൻ ഉണ്ട്. ചേട്ടാ നമ്മൾ ശശിലേക്ക് നിന്ന് പോയില്ല ചേട്ടാ. ബാബു ശശിലേക്കില്ല കഥനങ്ങളിൽ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഡ്രസ്സ്, മാട, കോട, തേങ്ങ എല്ലാം കിട്ടും കേട്ടോ. ഇതിൻ്റെ അകത്തല്ലേ തുർക്കി ആട്ടോ ഇവിടുത്തെ മെയിൻ സാധനം. ഞങ്ങളുടെ വണ്ടി ഇവിടെ ആട്ടോ ഇട്ടിരുന്നത്. ഇവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ബിച്ച് പ്ലേസ് ജീവാഗൻ പ്ലേസിന്റെ പേരല്ല, നമ്മൾ അടുത്ത ക്യാമറ നോക്കാൻ വേണ്ടി നമുക്കൊരു FS3 നോക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല റേറ്റിന് കിട്ടുവാണെങ്കിൽ അടുത്ത ട്രെയിൻ പോകുന്നു. കണ്ടമാനം ട്രെയിൻ പോകുന്നുണ്ട് കേട്ടോടാ. ട്രെയിൻ പോകുന്നുണ്ട്, പക്ഷേ ട്രെയിൻ എല്ലാം ചെറുതായിരുന്നു. ട്രെയിൻ ആളും ഇല്ല, ഒന്നുമില്ല. നമ്മുടെ അടുത്ത ട്രെയിൻ കണ്ടു കഴിഞ്ഞാൽ ഒരു കിളി മാറിപ്പോവും അല്ലേ? നമ്മുടെ അവിടെ ജനസംഖ്യക്ക് അധികമായ ട്രെയിൻ ഇല്ല നമ്മുടെ നാട്ടില്. കുറവാണ് നമ്മുടെ നാട്ടില്. പക്ഷെ ഇവിടെ നോക്കാൻ നേരത്തെ ട്രെയിൻ ഉണ്ട്, ആളില്ല. എല്ലാം വ്യത്യാസമല്ലേ? എന്താ പുതിയത് മേടിച്ചാ? എന്ന് മേടിച്ചാ? ഇന്നലെ മിനിങ്ങാന്ന് അമ്മ തിരിച്ചോണ്ട് വരുന്നുണ്ട് കേട്ടോ. ചേട്ടന്റെ പേര് ലിബിൻ, ലിബിന്റെ പേര് ലിബിൻ, വണ്ടിയുടെ പേര് ലിബിൻ, എല്ലാം ലിബിൻ. Are you ready? എല്ലാം ഒരു നമുക്ക് കയറാം കേട്ടോ. പാട്ടൊന്നുമില്ലല്ലോ, പോവല്ലേ? എങ്ങോട്ടാ പോകുന്നേ? മൊബൈൽ ഷോപ്പും പിന്നെ ക്യാമറ അതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണണം. ചേട്ടാ, നമ്മൾ എവിടുന്ന സാധനം മേടിക്കുന്നത്? ഇവിടുന്ന് മേടിക്കാൻ തീരുമാനിച്ചേ എന്റെ ആയിരിക്കാം. ലിബിന്റെ ആണോ? എന്റെ അല്ല. ആണോ? ആണോ? നോക്കൂ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഓക്കെ ഓക്കെ അല്ലല്ലേ, ശരി ശരി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. എന്താണ് ക്യാമറ ഷോപ്പിൽ കയറണം. ഇവിടുത്തെ ക്യാമറയൊക്കെ ഈ അടിച്ചു മാറ്റിയ സാധനങ്ങൾ ഇഷ്ടം പോലെ ഇവിടെ കിട്ടും കേട്ടോ. പക്ഷെ ഒരു കാര്യമുണ്ട്, ലോക്കാക്കിയ സാധനമാണെന്ന് പറയാം. ക്യാമറയ്ക്ക് എന്നാ ലോക്കാല് ഇവനെ പോസാക്കാൻ പറ്റൂലേ? ഇല്ല ഇല്ല. ഇതാണ് ഫോണിന്റെ ഏരിയ കേട്ടോ ഇവിടുത്തെ. ഇതാണ് ഇത് ഫോണിന്റെ ഏരിയ. ഇവിടെ ഉണ്ടല്ലോ ഈ മോഷ്ടിച്ചോണ്ട് വന്ന ഫോണും മാങ്ങയും തേങ്ങയും ഒക്കെ കിട്ടും. ഇവിടുത്തെ കാലാവസ്ഥ വളരെ മോശമാണ്. ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്തിട്ട് അവിടെ പോലീസുണ്ട്, പിടിച്ചാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാ സാധനവും ഇല്ലേ. ഇതിനായിട്ട് താക്കോൽ ഉണ്ടാക്കുന്ന സ്ഥലം. ഇവിടെ ഇതേപോലെ കേട്ടോ മൊബൈൽ വിൽക്കാൻ വേണ്ടി വെച്ചേക്കുന്നതുകൊണ്ട് ഇത് ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ. എത്രയാ നാട്ടിലെ? 30,000 30,000 സംതിങ്. വലിയ ലാഭമൊന്നുമില്ല കേട്ടോ. ഇത് ഫുള്ള് ഇവിടെ ഒന്ന് കയറാവനെ. ഇതേ ക്യാമറ, സെക്കൻഡ് ഹാൻഡ് ക്യാമറകൾ വിൽക്കുന്ന കടയാണ്. ലെൻസ് ഉണ്ട് കേട്ടോ, ചെറിയ ഉണ്ട്, ലെൻസുകളുണ്ട്. ഇതെല്ലാം അടിച്ചോണ്ട് വന്നൊക്കെ ആയിരിക്കും കേട്ടോ. ഇതിന്റെ ഏരിയകളാട്ടോ. ഇത് ഷൂ, സാംസങ്ങിന്റെ ഏതൊരു ടാബാട്ടോ. 700 ലാറിക്ക് തരാന്ന് പറഞ്ഞിരിക്കുകയാണ്. 700 ലിവിന് 700 ലാറിന് വലിയ പൈസയായി. 1000 ലാറ് 650 നാട്ടിൽ എത്രയായി? 32 × 650. അപ്പൊ എത്ര പൈസ കൂട്ടി നോക്കി? എന്നാ നല്ല കഥ കേട്ടോ ഇവിടെ. ഇതിന്റെ ഒരു ഇത് മനസ്സിലാകണമെങ്കിലുണ്ടല്ലോ, നമ്മളന്ന് ഉസ്ബെക്കിസ്ഥാനിൽ പോയില്ലേ, അതേപോലെ കേട്ടോ. അതിലും കൂടുതലുണ്ട്, പക്ഷെ പുതിയതല്ല, സെക്കൻഡ് ഹാൻഡുകളാണ് കൂടുതലും. നമ്മൾ നേരത്തെ സാംസങ് ഇല്ലേ, അത് ഏതാന്ന് മനസ്സിലായി? ആഫ്രിക്കയിൽ നിന്ന് അടിച്ചോണ്ട് വന്നാ അല്ലേ? അത് ആഫ്രിക്ക പിടിക്കാൻ വരുന്നില്ല, നമ്മൾ ആഫ്രിക്ക പോകുന്നില്ല. അതെ, നമുക്കൊന്ന് മേടിക്കുന്ന വീഡിയോ എടുത്ത് വെക്കണം കേട്ടോ. അതെ, അല്ലേ നമ്മള് കള്ളന്മാരാവും. ഗൈസ് നോക്കൂ, ഞങ്ങൾ ഇതേപോലെ എല്ലാ സ്ഥലത്തും കയറി കറങ്ങി നിൽക്കും. ഇവിടെ കുറെ വാച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ ഏതെങ്കിലും ഇത് മേടിച്ചാലോ? എന്നാ വില? വില എന്നാ? നമുക്ക് കുക്ക് ചെയ്യാനുള്ള ഗ്യാസ് മേടിക്കണം. ഇത് ഗ്യാസും സ്റ്റൗവും സാധനമൊക്കെ മേടിക്കേണ്ടി വന്നാണ്. 2 വണ്ടിയിലുണ്ട്. ചേട്ടാ ഞാൻ ഡൗട്ടേ, ചേട്ടാ അതിനെത്രയാന്ന് ചോദിച്ചേ? സാധാരണത്തിന് അതല്ല കുറ്റി 70 ലാറിന്ന് വെച്ചാല് ഈ പുള്ളിയുടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. ചേട്ടാ 70 ലാറിന്ന് വെച്ചാൽ എത്രയാ?
7,600 എന്ന് വെച്ചാൽ എത്രയാ? ചേട്ടാ ഞാൻ പറയട്ടെ, ഇത് സൂപ്പർ മാർക്കറ്റിലുണ്ടാവും. അല്ല കുറവായിരിക്കും. 130 ലാറി എന്ന് വെച്ചാൽ എത്രയാ ചേട്ടാ? എന്ന് വെച്ചാൽ 130 എന്ന് വെച്ചാൽ 1500 രൂപ. ലാഭമല്ലേ? നാട്ടിലെ കുറ്റിയും ഗ്യാസും കിട്ടുമോ? ഇതെങ്ങനെ വെക്കാനാ? മറ്റേ കുറ്റി അതിനകത്ത് വെച്ചിട്ട് എങ്ങനെ വെക്കാനാ? നഷ്ടക്കച്ചേറി മറ്റേ കണക്ട് ചെയ്താൽ പോലും നമുക്ക് ഇതുപോലത്തെ 2 മേടിച്ച് പോകാം. ഗ്യാസും കുറ്റിയും കൂടി ആയിരുന്ന ലാഭമായിരുന്നു 1500 രൂപയ്ക്ക്. പുറത്തോട്ട് പറന്ന് പിടിക്കത്തില്ല. നമ്മുടെ അടുത്ത് സാധനം ഉണ്ട്. ഇതുണ്ട്. നമുക്ക് കുറ്റി വന്നാൽ ഇതന്നെ ഗ്യാസ് വെള്ളം. ഫൈനലി ഗ്യാസ് മേടിച്ചു. ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്, എല്ലാം പിന്നെ ടാപ്പ് ആൻഡ് പേ. അത് ഭയങ്കര ഊമ്പലാട്ടോ. ഇമാര് പൈസ അടിച്ചോണ്ട് പോകും. ഞങ്ങളത് ഓഫാക്കി ഇട്ടേക്കും. അതാണ് ഇവിടെ മറ്റേ സാധനം കൊണ്ട് തന്നെ പേസിന്റെ പുറകെ നടക്കുന്ന ആൾക്കാരുണ്ട്. അന്നാ ഈ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ പോകാമല്ലോ കേട്ടോ. പൊട്ടിക്കും ഞാൻ. ഇത് ക്യാസിനും അല്ലേ ചേട്ടാ? അങ്ങോട്ട് പോയാൽ പിഴച്ചു പോകും. പോലെ പിന്നെ പോയേക്കാം. കാശും പോവും, പിഴച്ചും പോവും. ഗൈസ് അടുത്ത സ്ഥലത്തോണ്ട് ഞങ്ങൾ വണ്ടി എടുത്തു. ഇവിടെ എല്ലാം ചെക്കിങ് അടുത്തുണ്ട് പോലീസ്. കണ്ടമാനം പോലീസുകാരുണ്ട് കേട്ടോ. ഇല്ലീഗൽ പറ്റില്ല. ഞാൻ എല്ലാ പാസ്പോർട്ടും എടുത്ത് വെച്ചിട്ടുണ്ട്. താങ്ക് യു. എല്ലാം നിർത്തി കൊടുക്കണമെന്ന് അവനെ. താങ്ക് യു. എല്ലാവരും തല താത്തി കൊടുത്താൽ മതി. ഇവിടെ ഒരു ബുച്ചറി ഉണ്ട്. ഈ ബുച്ചറിയിൽ പോത്തിറച്ചി കിട്ടുമെന്ന് പറഞ്ഞ വിവരത്തിലാണ് ഞങ്ങൾ വന്നത്. പശുവാണെ പെടും കേട്ടോ. പശുവാണോ പോത്താണോ എന്ന് ചോദിച്ചു നോക്കിയേട്ടോ ആദ്യം. അല്ല പിന്നെ ഇവിടെ നിൽക്കണ്ട, വിട്ടേക്കാം. പോത്തടാ പോത്തും കുട്ടി എഴുതിട്ടുണ്ടല്ലേ? ബീഫ് BEFF. ബാക്കി ഇവിടെ എല്ലാം ബാക്കിയെല്ലാം പശുവാ. പശുവിന് വേറെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചേട്ടാ? ഒറിജിനൽ ബീഫാട്ടോ. ഇതും ബീഫാണ് ചേട്ടാ. 1 കിലോ ബീഫ് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒറിജിനൽ ബീഫാട്ടോ. അത് ഇവന്മാർ തുർക്കിക്കാരുടെ അടുത്തേ അത് കിട്ടത്തുള്ളൂ. പണിയെടുക്കുന്ന കാര്യം അവൻ ആലോചിക്കാൻ അവനില്ല. പൊക്കോളാനാ പറഞ്ഞത്. മുറിക്കുന്ന കാര്യം ആലോചിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കൈയിടാൻ പാടില്ലായിരിക്കും ലിബി. ചെറുതൊക്കെ ഉണ്ട് ആണോ? ഇത് പോത്താടാ ലിബിനെ. ഒറിജിനൽ പോത്തും കുട്ടി. ഇത് പോത്തും കുട്ടി കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന കാര്യം ആലോചിക്കുമ്പോൾ അവന് കരച്ചിൽ വരുവാ. ചേട്ടാ തന്നെ കേട്ടോ ഇങ്ങനെ ബീഫ് നിധിയാട്ടോ. 1500 രൂപ ഒരു കിലോ. നമ്മുടെ ഇന്ത്യയിൽ നിന്ന് 400 കിലോ എക്സ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മാത്രമല്ലേ കിട്ടത്തുള്ളൂ. 1500 രൂപ തുർക്കി ബീഫിന്. പിന്നെ യൂറോപ്പിലോട്ട് ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ നിന്നാണ് എക്സ്പോർട്ട് ചെയ്യുന്നത് ബീഫ്. അതെ. എൻ്റെ അമ്മ 1500 രൂപ ഒരു കിലോയ്ക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാൻ ഏറ്റവും പറയട്ടെ, ഇങ്ങോട്ടൊക്കെ വന്നിട്ട് ഏറ്റവും ലാഭകരമായ ഭക്ഷണം എന്ന് വെച്ചാൽ മട്ടു ഡാൻസ്. മഗ്ഡ അല്ലെങ്കിൽ KFC. പക്ഷെ എത്ര ദിവസം കഴിക്കും അതാണ് വേറൊരു പ്രശ്നം. ഇവിടെ കാർഡില്ല കേട്ടോ. ഓൺലൈൻ ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. വെറുതെ ബബിൾക്കം ചവയ്ക്കുക, ഇങ്ങനെയൊക്കെ ജീവിക്കുക. അവൻ ഞാൻ അവനെ വെറുതെ കുറ്റം പറഞ്ഞു. പൈസ കുറവാട്ടോ. അതായത് 30 ലാറിയുള്ളൂ. സൂപ്പർ മാർക്കറ്റ് പച്ചക്കറി കട കാണും. അല്ലല്ലോ, സൂപ്പർ മാർക്കറ്റിൽ കയറി മേടിക്കാട്ടോ. പിന്നെ അതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ കേട്ടോ. നോക്കിയാൽ തിരക്ക് നോക്കി. ഇതാട്ടോ ഇവിടുത്തെ ബസ്. ഈ കാണുന്ന വാനയാണ് ഇവിടെ ബസ് എന്ന് പറയുന്നത്. അതൊക്കെ ബസ്സാട്ടോ. ചേട്ടാ ഇതല്ലേ ബസ്? ഇതാ പോകുന്നതല്ലേ? ഇത് അടുത്ത ബസ് ഇവിടെ നടന്നു വരുന്നുണ്ട് കേട്ടോ. അത് ഇവിടുത്തെ ബസ്സാട്ടോ. ഇത് ഇവിടുത്തെ ബസ്സാണ്. ഞങ്ങൾ അടുത്ത സ്ഥലത്ത് വന്നു. ഇവിടെ ഇതിന്റെ പേരനേട്ടാ കാരിഫോർ എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റ്. അല്ലടാ, പച്ചക്കറിയും സാധനങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾ ഇവിടെ ഉള്ളതില്ല കേട്ടോ. നമ്മുടെ ഏരിയയിലേക്ക് പോകുന്നത്. ഞങ്ങളുടെ ഫ്ലാറ്റല്ല, ഞങ്ങളുടെ മറ്റേ ചേട്ടൻ്റെ ഫ്ലാറ്റ്. അതിൻ്റെ പാർക്കിങ്ങിൽ ഞങ്ങൾ കിടക്കുന്നു. ഇവിടെ കേട്ടോ സാധനങ്ങളും എല്ലാം പച്ചക്കറിയും സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് മേടിക്കട്ടെ കേട്ടോ. ഇതുണ്ട് ഇവിടെ പച്ചമുളകുണ്ട്, തക്കാളി ഉണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, മഷ്റൂം ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, തേങ്ങയുണ്ട്, ബ്രെഡുണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. ഞങ്ങൾ തിരിച്ചെത്തി. ഞങ്ങൾ വണ്ടിക്കകത്ത് ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തേ. പക്ഷേ ഭയങ്കര തണുപ്പാണ്. മാറ്റി നമുക്ക് മറ്റേ ചേട്ടായുടെ റൂമിൽ പോയി ഫുഡ് ചെയ്യാം കേട്ടോ. അല്ലെ പരിപാടി പാളും. സാറിന് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളമില്ല നമ്മുടെ വണ്ടിയിൽ. നമ്മുടെ കൈ പണി കിട്ടും. തന്നെ കൈ ഐസായി. ഇപ്പം എത്ര ഉണ്ട് ചേട്ടാ മൈനസ്? അതിന് കൊടുക്കാത്ത ചോദ്യം. മൈനസ് -2. ആ ഫോണിന്റെ എല്ലാം ബാഗ് ഞാൻ തിരിച്ചു തന്നില്ല. വെച്ചു അതിൻ്റെ അത് വെച്ചു. അതിനകത്ത് പാസ്പോർട്ടൊക്കെ ഉള്ള ഗൈസ്. ഇതിൻ്റെ ഉള്ളിലാട്ടോ ചേട്ടൻ്റെ മറ്റേ നമ്മളെ ഹോസ്റ്റ് ചെയ്ത ചേട്ടൻ്റെ ഇതുള്ള, അതായത് റൂമുള്ള.
അതിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് ഭക്ഷണം വെക്കാം. അതിൻ്റെ അകത്ത് കയറട്ടെ കേട്ടോ. നമ്മളങ്ങനെ നമ്മുടെ ചേട്ടൻ്റെ ഫ്ലാറ്റിലാണ്, അതായത് ലിബിൻ ചേട്ടനല്ല, നമ്മളിവിടെ ഹോസ്റ്റ് ചെയ്ത ചേട്ടൻ്റെ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഭക്ഷണങ്ങൾ ഒന്ന് കൂണ് മെഴുക്ക് വരട്ടി, പിന്നെ ബീഫ് ഞാൻ അവിടെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിനുള്ള എല്ലാം ഓരോന്ന് അരിയണം. ഇത് കണ്ടോ, നമ്മളിന്ന് അരി വ്യത്യാസം കേട്ടോ. ഈ കാണുന്ന വെള്ളേരിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളിലൂടെ ഇട്ടു, ബാക്കിയുള്ള സാധനങ്ങളിലൂടെ എല്ലാം ഓരോന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇതേ ബീഫ് ഇതാ വെള്ളത്തിലിട്ട് വെച്ചാൽ കേട്ടോ, അതൊന്ന് സെറ്റാവണം. ഓ ഇത് നല്ല നെയ്യുണ്ട് കേട്ടോടാ, നല്ല ബീഫാ ഇത്, നല്ല ബീഫാ. മറ്റേന് എത്ര ലിബിൻ ചേട്ടാ കണ്ടേ? മറ്റേ ബീഫിന് ബഫലോ പശു 23 ഉള്ളൂ, ഇതിന് 35 ഉണ്ട്. നമ്മുടെ മസാല എന്തിയല്ല ലിബിനെ? ഒരു മസാല. ഇത് നമ്മുടെ മീറ്റ് മസാല, ബാക്കിയുള്ള സാധനങ്ങൾ ഓരോന്നായി. ഇതിനി അരിഞ്ഞ് സൈസാക്കട്ടെ കേട്ടോ, ഓരോന്ന് പടപടേന്ന് ചെയ്ത് തീർക്കട്ടെ. പാടാ ലിബി. ഇവനെ പടപടപടപടാന്നും പറഞ്ഞത് 5 മിനിറ്റത്തെ കേസുള്ളൂ ഇത് അരിയാൻ വേണ്ടി. ആകെ ഇവിടെ 4 വെജിറ്റബിളോ കിട്ടുള്ളൂ, അത് കാരണം ഭാഗ്യമുണ്ട് അല്ലേ. പിന്നെ ചൈനയിലും പിന്നെ വെജിറ്റബിൾ ഉണ്ട്, പക്ഷെ ഇവിടെ കൂടുതലുണ്ട്. അങ്ങനത്തെ സാധനങ്ങളല്ലേ പിന്നെ. ഈ ഇവിടുത്തെ ഉള്ളി കണ്ടോ, വെള്ളുള്ളി ആയിരിക്കും, വെളുത്തുള്ളി. അതെ അല്ലേ ചേട്ടാ, ഈ ഉള്ളി ഇല്ലേ നമ്മുടെ ചുമന്നുള്ളിയാണ് ഉള്ളി. ഇത് വെറും സാധാരണ എന്താ പറയാ, ഇതങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവും. വീട്ടിൽ ഏറ്റവും കൂടുതൽ റേറ്റ് കിട്ടുന്നത് നമ്മുടെ ഇന്ത്യൻ ഉള്ളിക്കാണ്. കാണാൻ സുന്ദരനല്ലെന്നേ ഉള്ളൂ, പക്ഷെ അതിന് ഒടുക്കത്തെ വില. യൂറോപ്പിലോട്ടൊക്കെ ചെന്ന ഇന്ത്യൻ ഉള്ളിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അതിൽ ഇന്ത്യൻ തക്കാളി ഇല്ലേ, തക്കാളിക്ക് ഇന്ത്യൻ തക്കാളിക്കാണ് വില കൂടുതൽ. ഇതിന് ടേസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല, വെള്ളച്ചവിയല്ല. ഇത് ഇവിടുത്തെയാണോ ചൈന ഉള്ളിയാണോ കേട്ടോ? ആണോ? ഇവർക്ക് മെയിനായിട്ട് കൃഷിയല്ലേ? കൃഷി ആകെ ലിബിൻ പറഞ്ഞ പോലെ ഇവിടെ 4-3-7 പച്ചമുളക് അല്ല പച്ചക്കറിയെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വേണം നമ്മൾ ഈ സംഭവം. മാർക്കറ്റ് ഇപ്പൊ ആദ്യമായിട്ട് ബ്രിഞ്ചാൾ കണ്ടു. ബ്രിഞ്ചാൾ മത്തങ്ങ ഉണ്ടല്ലോ, മത്തങ്ങ എന്ന് വെച്ചാൽ യൂറോപ്പ്. ചേട്ടനൊക്കെ ആദ്യം ഇവിടെ ഒന്ന് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. ഞാൻ ആദ്യം നമ്മൾ ഇന്ത്യൻ ഫുഡ് കഴിക്കാനായിട്ട് കൊതിക്കുമായിരുന്നു. അധികം റെസ്റ്റോറന്റ് ഇല്ലായിരുന്നല്ലോ. അപ്പൊ ആ സമയത്തൊക്കെ നമ്മള് റൈസ് ഒക്കെ മേടിച്ച് ഉണ്ടാക്കാനും പറ്റത്തില്ല, കുഴഞ്ഞു പോകും. ചിക്കനൊക്കെ കറി വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വേറെ കിടക്കും, ചാറ് വേറെ കിടക്കും, സവോള വേറെ കിടക്കും. ഉള്ളിയായി, വെളുത്തുള്ളിയായി, പച്ചമുളകായി, തക്കാളിയായി. ഇനിയിപ്പം ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കഴിഞ്ഞാൽ കറി മജാന്ന് പറഞ്ഞിരിക്കും കേട്ടോ. ഹായ്, ഇന്നും നാളത്തേക്കുള്ള ഭക്ഷണമായി നമുക്ക്. നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെക്കണേ, എന്നിട്ട് സാധനം നമുക്ക് പുറത്ത് വെക്കരുത്. നാളത്തേനുള്ള ഫുഡും കൂടി ആയല്ലോ അല്ലേ? വേണം ലിബിൻ ചേട്ടാ കുറച്ച് കൊണ്ടൊക്കെ കേട്ടോ. അതിനാ നല്ല മിനിറ്റ് 47 കിലോമീറ്റർ. ഞങ്ങൾ 40 സീറ്റ് മറ്റേ ഇതായിരുന്നു, കാറ്റായിരുന്നു. വണ്ടിയാണ് ജ്യൂസ് അടിക്കുന്നവർ അങ്ങോട്ടും ഇങ്ങോട്ടും 40 കിലോമീറ്റർ ഒന്നും പറയാനില്ല കേട്ടോ. ഇവിടെ തണുപ്പെന്ന് വെച്ചാൽ ചേട്ടാ -39 അല്ലേ, ഇപ്പൊ ചെറിയ മൈനസ് താങ്ങാൻ പറ്റുന്നില്ല. ചേട്ടാ ഈ അരി എങ്ങനെയാ നോക്കണ്ടേ? അരി കണ്ണുകൊണ്ട് നോക്കുക. അങ്ങനെയല്ല ചേട്ടാ, ഈ അരി എത്ര മിനിറ്റിനുള്ളിൽ വേഗം എന്നുള്ളത്? അല്ലല്ല, നമ്മുടെ പുതിയ റൈസ് അല്ലേ? പുതിയ റൈസ് അല്ലേ ഗൈസ്? നോക്കൂ, അതായത് ഈ കാണുന്ന റൈസ് ഉണ്ടല്ലോ, ഇത് എന്നോട് ലിബിൻ ചേട്ടൻ പറഞ്ഞു അത്യാവശ്യം നല്ല റൈസാണ് കേട്ടോ. ഞങ്ങൾ ഇവിടെ മറ്റേ സുൽത്താന്റെ ബസുമതി വെച്ചാൽ വലിയ ഗുണമില്ല. അല്ല ചേട്ടാ, ഇത് പൊന്നിയരിയാ? അങ്ങനത്തെ ഇവിടുത്തെ അരി വാങ്ങുമ്പോൾ സൂക്ഷിക്കണം സാധനം അല്ലേ, പശുവശപ്പ് ഉണ്ടാവും അരി. ആ കള്ളപ്പെടുവ ഇങ്ങനെയാണ് നമുക്ക് പോത്തിറച്ചി തന്നട്ടോ. നല്ല നെയ്യുണ്ട് കേട്ടോ കേട്ടോ. ഇത് കണ്ടിട്ട് എനിക്ക് എന്നാ തോന്നുന്നറിയോ, നീ വീട്ടിൽ സോസേജ് വാങ്ങില്ല ഇടയ്ക്ക്? സോസേജ് അല്ല, അതിന്റെ പേരായിരുന്നു ബേക്കൺ. ബേക്കൺ പോലെ തന്നെ ഉണ്ട് അല്ലേ? ഇച്ചിരി മീറ്റ് കൂടുതൽ നെയ്യ്, ഇച്ചിരി മീറ്റ് കൂടുതൽ നെയ്യ്. ഇത് യഥാർത്ഥ സാധനം തന്നെയാ കേട്ടോ, യഥാർത്ഥ സാധനം തന്നെയാ. അങ്ങനെ മനസ്സിലായോ? കറുപ്പ് കൂടിയത് ബീഫും ചുമപ്പ് കൂടിയത് പശുവാണ്. ഇനി ഇങ്ങനെ പഠിച്ചാട്ടോ കേട്ടാ. ഞാനിനിയും കഴിക്കാത്ത സാധനങ്ങളില്ല. ചുമപ്പായിരുന്നു, പക്ഷെ ഇതിൽ നല്ല നെയ്യാ കേട്ടോ ചേട്ടാ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഈ തുർക്കിഷ് ബീഫ് ആട്ടോ ഈ സാധനം. തുർക്കിഷ് ബീഫ് ഇങ്ങനെ ആയിരിക്കും. അങ്ങോട്ടും എല്ലാം തണുപ്പല്ലേ? അയ്യോ, നമ്മളിന്ന് വണ്ടിയിലെങ്ങാനും കുക്ക് ചെയ്തെന്ന് തട്ടിപ്പോവാനാ കേട്ടോ. തണുപ്പല്ലേ ചേട്ടാ? തട്ടിപ്പോവും. നമ്മളടുത്ത് ചൂടുവെള്ളം ഇല്ലല്ലോ കഴുകാൻ പോലും. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോവാൻ കേട്ടോ.
ഇതെന്തായാലും അരിഞ്ഞ് തീർക്കട്ടെ. നമ്മൾ എന്നൊക്കെ വെക്കുന്നത്? നമ്മൾ ഉരുളക്കിഴങ്ങ് ഈ ബീഫ് കറിയും പിന്നെ അതേപോലെ തന്നെ നമ്മൾ വെക്കുന്ന അടുത്ത സാധനത്തിന്റെ പേരാണ് കൂണിപ്പോൾ കഴുകണ്ടേ? കൂണ് കഴുകണം. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ കൂണ് കഴുകിയിട്ട് വരാം. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ ബീഫ് അങ്ങനെ അരിഞ്ഞ് റെഡിയായി. ഇത് നല്ല നെയ്യുള്ള ബീഫായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അരി നോക്കണം കേട്ടോ ചേട്ടാ. ഇത് മട്ടേരി പോലെയാണല്ലോ തോന്നുന്നു കണ്ടിട്ട്. കളർ മാത്രം വൈറ്റ് വരുന്നത് ചേട്ടാ ഈ അരി ഒന്ന് നോക്കുക ചേട്ടാ. പക്ഷെ വേറെ കാര്യം, കാരണം എന്താ അറിയാമോ, ഞങ്ങൾക്ക് ഇതിന്റെ വേവ് അറിയത്തില്ല. ഇടേണ്ട വരും. അതിനാ തോന്നില്ലേ? നോക്കിയേ, പിടിച്ചു നോക്കിയേ. ആണോ ഗൈസ് നോക്കൂ, ഇവിടുത്തെ രീതി അനുസരിച്ച് ഇവിടെ സൺഫ്ലവർ ഓയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കേട്ടോ. അല്ലേ ലിവിനെ? ഓയിൽ ഇത് നമ്മുടെ ഇതിനു വേണ്ടിയുള്ള കേട്ടോ. എന്തിനു വേണ്ടി? ഇത് നമുക്ക് തോരനുള്ള ഇത് തിരിച്ചിട്ടേ മറ്റേ സാധനം അടിക്കണം. ഇവിടെ അതേപോലെ തന്നെ ഇലക്ട്രിക്കും ഉണ്ട്, രണ്ടും കൂടിയാ. ഇതിന് ബൾബ് കത്തുമായിരുന്നല്ലോ, കത്തിച്ചിട്ടാക്കുക. ഇത് ഇതിന്റെ അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. പക്ഷെ വേറെ കാര്യമുണ്ട്, അതിന്റെ തണുപ്പ് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നില്ല. ഇത് അരി ഉണ്ട് കേട്ടോ, നമ്മൾ വിചാരിച്ച പോലെ അല്ല. എന്നാ വെള്ളം ഒഴിച്ചോ. അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ചോറ് പോകും കേട്ടോ. നമ്മൾ നല്ല ജയ പോലെ കേട്ടോ, ജയ. വെള്ളം ഒഴിക്കും. ആണോ ഗൈസ്? ഇല്ല, അതൊന്നും ആയി കഴിഞ്ഞിട്ട് ഒഴിച്ചാൽ മതി. ഗൈസ് ഫൈനലി സവോള ഇവിടെ നമ്മൾ മിക്സമ്പിൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ. സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്ര സാധനം ഇവിടെ കിട്ടത്തുള്ളൂ കേട്ടോ, അതിൽ കൂടുതൽ ഇവിടെ കിട്ടത്തില്ല. തക്കാളി, ഇത് പെട്ടെന്ന് ഇവിടെ ആവും കേട്ടോ. അങ്ങനെ ഒരു ഗുണമുണ്ട് ഇവിടെ, പെട്ടെന്ന് പടപടേന്ന് പറഞ്ഞ് ഇവിടെ സംഭവങ്ങൾ സെറ്റായി കിട്ടും. ഇനി വേറെ ഒന്നും നോക്കാമില്ല, ഈ സാധനം എടുക്കുക. ഇത് നമ്മുടെ കൂണിന് വേണ്ടിയുള്ളതാണ്, കൂൺ ഫ്രൈ. കൂണല്ല അടിപൊളിയാട്ടോ സാധനം. നമ്മൾ 2 പ്രാവശ്യം ഉണ്ടാക്കിയതാട്ടോ, ഇട്ടു. ഇനി നേരെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളക്കുക. അല്ല, ഈ കാണുന്ന ഉപ്പാട്ടോ. ഇവിടുത്തെ ഉപ്പിടുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ, നമ്മുടെ നാട്ടിൽ ഉപ്പല്ല, പവർ കൂടി ഉപ്പ്. ഉണ്ടോ? ഈ ഉപ്പ് ഇച്ചിട്ട് ഇട്ട് കഴിഞ്ഞാൽ സാധനം പെട്ടെന്ന് വേഗത്തുള്ളൂ, വേറെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. ഇനി ഇതിനെ നമ്മൾ ഇട്ട് വാട്ടോട് അങ്ങ് വരട്ടും. അതായത് നേരെ ഇങ്ങനെ പിടിക്കും. ഇങ്ങനെ ഇവിടുത്തെ കളർഫുള്ളാട്ടോ വെള്ള എവനെ, ഇത് കളർഫുള്ളാട്ടോ അവനെ, ഇത് കളർഫുള്ളാ. ഇളക്കുള്ള സ്പൂൺ കിട്ടി മറിക്കോ. നേരെ ഇപ്പുറം പിടിച്ചു. അത് മതി, ഇത് മതി ഗൈസ്. ഇതാകുമ്പോൾ ഉണ്ടല്ലോ, ഇത് വേണ്ട. ചോറ് നോക്കണേ, ചോറ് പണി. ഈ സൈഡിൽ നല്ല തണുപ്പടിക്കുന്നുണ്ടല്ലോ. ഇത് കണ്ടോ, ഈ കാണുന്ന സാധനം ഇങ്ങനെ ഇളക്കിയിട്ട് വാട്ടിയെടുക്കണം കേട്ടോ. ഇതും അതേപോലെ ഇട്ട് ഇളക്കണം, എന്നാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇത് രണ്ടും വാടിക്കഴിഞ്ഞാൽ സംഭവമാണ് യുഗയായിട്ടോ. ഇത് 2 ദിവസത്തേനാട്ടോ ഉണ്ടാക്കുന്നത്, ഇന്നത്തേനും നാളത്തേനും അല്ലേ? നമുക്ക് മിക്കവാറും ചൊവ്വാഴ്ച ആകുമ്പോഴത്തേനും നമ്മുടെ കാര്യം റെഡി ആവുള്ളൂ. ആയിരിക്കണം. ചൊവ്വാഴ്ചയോടെ റെഡി ആകാൻ ചാൻസ് കൂടുതലാണ്. ചോറായോ ഗായ്സ്? ഇല്ല, ഈ വെള്ളം തന്നെ മതി കേട്ടോടാ. കൂടെ വെള്ളം ഒഴിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ. അല്ലല്ല, ഏകദേശമായി. ഇത് അടിപൊളി റൈസ് ആണല്ലോ. ആണെന്ന് കഴിച്ചിട്ടുണ്ട്, നല്ല പൈസ കേട്ടോ. നല്ല നമ്മുടെ നാട്ടിലെ പറ്റിയാക്കണം ദമ്മ് പോലെ അല്ലേ? അതായിരിക്കല്ലേ നല്ല. നേരെ ഇനി ഇതും കൂടെ ആയിക്കഴിഞ്ഞാൽ പക്ഷെ ബീഫ് ആകാൻ വെച്ച സമയം മറ്റേ സാധനം പെട്ടെന്നാണ് കൂണായതുകൊണ്ട് അല്ലേ? 2 മണി ചെയ്തിട്ടുണ്ട്. ഇത് ക്ലീൻ ആക്കിയതാണ്, പിന്നെ ജസ്റ്റ് ഒന്ന് കഴിയാൽ മതി. ഗൈസ് നോക്കൂ, ഫൈനലി നമ്മുടെ ഫുഡും പരിപാടികളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ഇളക്കിന് വാട്ടണം, മസാല ഇടുക എന്നുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ സാമ്പാർ വെച്ചായിരുന്നു. അപ്പം ഇത് ഞങ്ങളുടെ മീറ്റ് മസാല, ഇത് ഞങ്ങൾ സാമ്പാർ വെച്ചതിൻ്റെയാണ്. സാമ്പാർ ഇന്നിവിടെ കാണും കേട്ടോ. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം വെച്ചാണ് ബീഫല്ല പശു. അപ്പോൾ അതിൻ്റെ ബാക്കി വെച്ചിട്ടാണ് ഈ കാണുന്നത്. അപ്പോൾ എല്ലാ സാധനമുണ്ട്. ഇതിനും എന്തുണ്ട്, ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റപ്പ് ആയിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ബീഫ് കൂടിയുണ്ട്. ഈ ബീഫും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കുസാലായി ഇല്ലേ എണ്ണ? എത്ര നാൾ കൂടിയാണ് ഉണ്ടാക്കി കഴിക്കുന്നത്? ആണോ? അല്ലേ? എംബസി പക്ഷെ കറക്റ്റ് സാധനമൊന്നും അല്ലേ, അവർ ഇച്ചിരി മിക്സ് ആയിരിക്കും. അണ്ണനെ പോലെ ഉള്ളവർക്ക് എന്ന് ഹോട്ടലിൽ പോയാലും പ്രശ്നമല്ല, ഡോളറല്ലേ കിട്ടുന്നത്. സാധാരണക്കാർ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ശമ്പളം കൊടുക്കേണ്ടി വരും. ഫൈനലി നമ്മുടെ എല്ലാ സാധനവും വാടി ഇതിൽ ഇച്ചിരി മീറ്റ് മസാല ചേർക്കുന്നു. കഴിഞ്ഞാടാ തീർന്നു. ഇത് വേറെ പൊടിയൊന്നും ചേർക്കാൻ പറ്റൂല കേട്ടോ, ഇവിടെ ഒന്നും കിട്ടൂല. നമ്മളാണെങ്കിലും മഞ്ഞപ്പൊടി മുളക് പൊടി ഭയങ്കര ഇത് നമ്മുടെ പോത്തുകറിക്ക് വേണ്ടിയുള്ള കേട്ടോ. ഓക്കെ പരിപാടി കഴിഞ്ഞ് ഇനി ഇപ്പോൾ ഒന്ന് സോട്ട് ചെയ്യണം. അതായത് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. മൂപ്പിച്ച് പറഞ്ഞു മൂപ്പിച്ചാൽ മതിയോ? പറഞ്ഞു മൂപ്പിക്കാം കൈസ്. ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കണം, അല്ലെങ്കിൽ എന്നാ സംഭവിക്കാന്ന് വെച്ചാൽ പച്ചക്കൂത്തുണ്ടാവും കേട്ടോ. 2 സെയിം മസാല ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് ഇളക്കുന്നതിൽ വിഷയമില്ല.
കറിയിലേക്ക് സാധനം ഇട്ടുള്ള വിഷയം. രണ്ടും തിന്നുന്ന ആൾക്കാരാ, അപ്പം പ്രശ്നമില്ല. വെജ് അങ്ങനെ മാത്രം തിന്നുന്ന ആൾക്കാരില്ല ഇവിടെയല്ലേ. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ. അല്ല പച്ച കടിക്കും, പച്ച വയ്ക്കും അല്ലേ, പച്ചക്കുത്തുണ്ടാവും. ഗൈസ്, നമ്മുടെ കൂണ് ഈ കാണുന്ന ഗ്രേവിയിലേക്ക് ചേർക്കുവാണ്. ഇത് മഷ്റൂം മസാലയാണ് ഈ സാധനം കേട്ടോ. മഷ്റൂം മസാല ഇത് ഞങ്ങൾ പാഴ്സൽ കൊടുത്തു. അതെ, വീട്ടിലേക്ക് ചൂടാക്കി കഴിക്കാമല്ലോ. ഇത് കഴിക്കോ ചേട്ടോ. വേണ്ടെന്ന് പറയും ഞങ്ങൾ, വേണം 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 എന്ന് ഞങ്ങളും പറയും. ഗൈസ് നോക്കൂ, ഈ സാധനം ഇനി ലെവലാക്കി എടുക്കണം. ഇത് തിളക്കണം. ഇത് തിളച്ചാലേ ഈ കാണുന്ന സാധനം സെറ്റപ്പ് ആകത്തുള്ളൂ. അപ്പം ഇതിനെ, ഈ ഗ്രേവീനെ ഇതുമായിട്ട് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഇതിനെ മൂടി വെക്കണം കുറച്ച് നേരം. ഉണ്ടോ നോക്കിയേ, കളർ നോക്കി സെറ്റപ്പാക്കി എടുക്കട്ടെ കേട്ടോ. കൂടെ നമ്മളവിടെ മൂടി വെച്ചു. ഇനിയിപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അതേപോലെ തന്നെ ഈ കാണുന്ന ബീഫും അരമണിക്കൂർ വേണം കേട്ടോ ബീഫ് ആകാൻ വേണ്ടി. നല്ല വേവുള്ളാടാ. അല്ല, ഇത് ബീഫ് ആയതുകൊണ്ട് അരമണിക്കൂർ വേണം. പശുവാണെങ്കിൽ പെട്ടെന്ന് ആയേനെ അല്ലേ ഇവനെ. കുക്കറില്ലല്ലോ ഇവിടെ. കുക്കറുണ്ട്, പക്ഷെ ചെറുതാ. അതെ അതെ അതെ, 1/4 കിലോ അടിക്കാൻ പറ്റും. എത്ര? 1/4 കിലോ. സത്യം കേട്ടോ. ഇതങ്ങോട്ട് വെക്കാലടാ. വെക്കാം. ഗൈസ് നോക്കൂ, നമ്മുടെ ചോറും ബീഫ് കറിയും ഉരുളക്കിഴങ്ങും മെഴുക്കുവരട്ടിയും, അല്ല ഉരുളക്കിഴങ്ങല്ല, നമ്മുടെ മഷ്റൂമും സാധനവും ഇവിടെ റെഡി ആയിപ്പോണ്ട്. ഇനിയിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് ലെവലായി വരണം. ഈ അരി ഇനിയിപ്പോൾ നോക്കണം കേട്ടോ. അരി ഏകദേശം ആയി എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. നന്നായിട്ടായി. നമ്മൾ നല്ല റേഷൻ പോലത്തെ വേറൊരു സാധനം കേട്ടോ. കഴിഞ്ഞ ദിവസം ആയിട്ടില്ലായിരുന്നു. അരി കഴിഞ്ഞ ദിവസം ആയിട്ടില്ല. ഇതായിരുന്നു ഞാൻ ലിമിറ്റനോട് ചോദിച്ചു നോക്കട്ടെ. നോക്കിയാ ലിമിറ്റേട്ടാ, നമ്മൾ നല്ല റേഷൻ അരി അല്ലേ. ഇവിടെ എത്രയാണ്? 30 ലാറി, 11 ലാറി, 6 ലാറി, അല്ല സോറി 3 ലാറി. ആ സാർ 3 ലാറി എന്ന് വെച്ചാൽ പൈസ ഇല്ലേ. 3 ഒരു കിലോയ്ക്ക് നമുക്ക് 2 രൂപയ്ക്ക് കിട്ടുന്നതാണ് ഇവിടെ 90 രൂപ വ്യത്യാസം. അതാ ഫൈനലി നമ്മുടെ ഭക്ഷണമായിരിക്കുകയാണ്. ഇത് മഷ്റൂം മസാല, ഇത് ബീഫ് കറി, ഇത് നമ്മുടെ ചോറ്, ഇത് ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മീനച്ചാറ്. നമുക്ക് ബീഫ് ഒന്നും കഴിക്കാൻ പറ്റും. വെജ് ആയവർക്ക് നമുക്ക് ഏറ്റവും നല്ല സാധനമാണ് മഷ്റൂം വെച്ച് നമുക്ക് ബീഫ് കറി പോലെ ഉണ്ടാക്കാൻ പറ്റും. അതെ, അടിപൊളിയായിരിക്കും. ഞങ്ങൾ പറഞ്ഞു തരും. അതെ അല്ലെ, ഉണ്ടായി കഴിഞ്ഞിട്ട് എന്ത് പറ്റിപ്പോയി നിങ്ങൾ തന്നെ ഉത്തരവാദിത്തം. നോക്കുതാ, നല്ല ചോറ് കേട്ടോ. നാട്ടിലെ മറ്റേ ജയ പോലെ ഉണ്ട്. ജയ ആദ്യമായിട്ടോ ഇത്ര നല്ല അരി കാണുന്നത്. സത്യം. ചേട്ടൻ കഴിക്കുന്നില്ലേ അപ്പൊ? എനിക്ക് തോന്നിയത് പച്ചരിയാണ് കേട്ടാ. ജയ പോലെ എനിക്ക് തോന്നുന്നു അല്ലേ. ജയ പോലെ കേട്ടോ എനിക്ക് തോന്നുന്നത്. പശപ്പില്ല, പശപ്പ് തീരെ കുറവാട്ടോ. പിന്നെ ഇത് നമ്മൾ കർണാടകത്തിൽ കഴിക്കുന്നത് പച്ചരി. ഇത് പച്ചരിയാ നാട്ടിലത്തെ. ആണോ? അതിനാണ് നമ്മൾ ലാറി കൊടുത്തേ. ചേട്ടാ ഇത് പച്ചരി നാട്ടിലത്തെ. ഇതാ പച്ചരി. ഇതാണ് കർണാടകത്തെ പച്ചരി തന്നെ സാധനം. മണം നോക്കി പച്ചരി. നല്ല ചോറ്, നല്ല ബീഫ് കറി, എല്ലാം കൂടി ഒരു ഞെരുക്ക്. അതായത് വണ്ടിക്കകത്ത് ഉണ്ടാക്കണം വിചാരിച്ചോട്ടോ, പക്ഷെ നടന്നില്ല. ഇതാ ഞങ്ങളുടെ മീനച്ചാറ്. നല്ല കിട്ടില്ല സാധനം. അടിപൊളിയല്ലേ ചേട്ടാ? മതി മതി, എനിക്ക് മതി. ഓ, നല്ല നാന്തരം സാധനം കേട്ടോ. അടിപൊളി സാധനം. ഒരു പീസ് നല്ല മീനച്ചാറ് കേട്ടോ, ഗംഭീര ടേസ്റ്റാ. ഇത് നമ്മുടെ മഷ്റൂം, ഇത് മഷ്റൂം മസാല. നല്ല സാധനം. ഇത് നമ്മൾ വേണം. ഇത് മറ്റേ ഇതിൻ്റെ 2 പ്രാവശ്യം ഉണ്ടാക്കിയായിരുന്നു ഞങ്ങൾ. നമ്മൾ ഇതിൻ്റെ അകത്ത് ഗ്യാസിൻ്റെ അകത്ത് മഷ്റൂം വരട്ടെന്നും പറയും. അതെ, എന്നാണോ പേര് മാറ്റാം. എന്നാ വലിച്ചു. ഓഹോ, കിടിലൻ സാധനം. അത് ബീഫ് കറി. ഇവനെ നീ ബീഫ് കറിയുടെ നെയ്യ് നോക്കണേ. ആ നെയ്യ് അത്ര പിടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഫൈനലി നമ്മുടെ എല്ലാ ഫുഡും എടുത്തു. എല്ലാവരും കഴിക്കുന്നു. ചേട്ടൻ കഴിക്കുന്നു, തൊട്ടിപ്പുറത്ത് ലിബി കഴിക്കുന്നു. ദേ ഇവിടെ ഞാൻ ഞെരുക്കി തുടങ്ങാൻ പോകട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണം ഇവിടെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ടോയ്ലറ്റിൽ പോകാൻ നേരം നല്ല പാടാണ്. പിന്നെ രാവിലെ നമ്മൾ എന്നും കേൾക്കുക. ഇവിടുത്തെ ആണ് ഇച്ചം കൂടെ ഉറങ്ങിയാൽ. അതെ, പിന്നെ ഇവിടുത്തെ തന്നെ ഭക്ഷണം കഴിക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കം. പിന്നെ ചിലവ് അപ്പോഴായിരിക്കും അപ്പം യൂറോപ്പിൽ അല്ലേ. ഇത് തുടക്കം മാത്രം. ഇനി ഇതിൻ്റെ ഡബിൾ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കൊണ്ട് സ്കെയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. സത്യം. നിക്കറൊക്കെ ഊരി ഉണക്കാൻ. സ്വിറ്റ്സർലാൻഡ് ചിലപ്പോൾ നമ്മുടെ നിക്കർ ഊരിയിടും. ചേട്ടൻ പോയിട്ടുണ്ടോ? ഭയങ്കര എക്സ്പെൻസീവാ. സ്വിറ്റ്സർലാൻഡിനേക്കാൾ എക്സ്പെൻസീവ് ആണ് നെതർലാൻഡ്. എൻ്റെ ദൈവം. ഗൈസ് നോക്കൂ, ഫൈനലി ഞങ്ങൾ വണ്ടിയിലെത്തി. കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയുണ്ട്. എഡിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒന്ന് ഒതുക്കി സെറ്റപ്പ് ആക്കിയിട്ട് കിടന്നുറങ്ങണം അല്ലേടാ. നാളെ നല്ല ക്ലൈമറ്റ് ആണ് കേട്ടോ പറഞ്ഞേട്ടെ. ഒരു വലിയ പ്രശ്നമുണ്ട്.
തണുപ്പ് മാറി ചൂട് വന്ന് നമ്മൾ പെടും കേട്ടോ. നമ്മുടെ വണ്ടിയിൽ AC ഇല്ല, ഒരു സാധനമില്ല, ഉച്ചയ്ക്ക് അത് കിടക്കാൻ പറ്റും ഒരാഴ്ചത്തേന് പനി ഉറപ്പാ കിട്ടൂല അല്ലേ ഗൈസ്. അപ്പം നാളെ ഒരു കിടലും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.